രാമമൂർത്തിയുടെ കല്യാണം. പണ്ടൊരു കാലത്ത് ബലരാമൻ എന്നു പേരുള്ള ഒരാൾക്ക് കാർത്തി എന്നൊരു മകനുണ്ടായിരുന്നു. ബലരാമന് തന്റെ മകൻ ജോലി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന സങ്കടമുണ്ടായിരുന്നു. അതുകൊണ്ട് കാർത്തിയെ ദിവസവും വഴക്കു പറയുമായിരുന്നു. അവനോട് എന്നും വെറുപ്പ് മാത്രമാണ് കാണിച്ചിരുന്നത്. അച്ഛനോടൊപ്പം തന്നെ വളർന്ന കാർത്തി അച്ഛന്റെ ലാളന കാരണം വളർന്ന് ഒരു മണ്ടനായി തീർന്നു. ഇങ്ങനെ വളർന്ന കാർത്തി തന്റെ അച്ഛനറിയാതെ പഠിച്ച ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നു. ഗ്രാമത്തിനടുത്ത് ഒരു കുളമുണ്ടായിരുന്നു. അതിൽ മുങ്ങി ശ്വാസം പിടിച്ച് കുറെ നേരം അതിൽ നിൽക്കുമായിരുന്നു. അച്ഛൻ എന്തു ജോലി ചെയ്യാൻ പറഞ്ഞാലും ഒന്നും അവൻ ശരിക്കു ചെയ്യില്ലായിരുന്നു. കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുമെന്ന് രാമമൂർത്തി തീരുമാനിച്ചു. അതുകൊണ്ട് പലരോടും കാർത്തിക്ക് വേണ്ടി പെണ്ണന്വേഷിച്ചു. പക്ഷേ അവന് പെണ്ണ് നൽകാൻ ആരും മുന്നോട്ട് വന്നില്ല. ഇങ്ങനെയുള്ളപ്പോൾ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാലോചന വന്നു. പെൺവീട്ടുകാരോട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞുകൊടുത്തതിനു ശേഷമാണ് മകനെയും കൊണ്ട് രാമമൂർത്തി പോയത്. ചെരുപ്പ് പുറത്തഴിച്ചിട്ടിട്ട് അകത്ത് കസേരയിൽ പോയിരിക്കണം, മനസ്സിലായല്ലോ? അച്ഛൻ പറഞ്ഞതൊന്നും അവന് മനസ്സിലായില്ല. എന്നാലും മനസ്സിലായതുപോലെ തലയാട്ടി കാർത്തി. അച്ഛൻ പറഞ്ഞത് വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറിയിരുന്നു കാർത്തി. പക്ഷേ അവൻ പറഞ്ഞുകൊണ്ടേ വന്ന കാര്യം വഴിക്ക് വെച്ച് മാറിപ്പോയി. പെണ്ണിന്റെ വീടെത്തിയതും കാർത്തി അകത്തേക്ക് ചെന്ന് ചെരുപ്പഴിച്ച് കസേരപ്പുറത്ത് വെച്ചിട്ട് അവൻ ചെന്ന് വാതിലിനടുത്ത് താഴെ ഇരുന്നു. പയ്യന്റെ പെരുമാറ്റം കണ്ട് പെൺവീട്ടുകാർക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായി. അതുകൊണ്ട് പെണ്ണിനെ പോലും കാണിക്കാതെ ഇങ്ങനെ പറഞ്ഞു: ഈ ഭ്രാന്തന് ഞാൻ എന്റെ മകളെ വിവാഹം കഴിച്ചു തരില്ല. വേഗം ഇവിടുന്ന് പുറത്തേക്ക് പോകൂ. വീട്ടിലെത്തിയതും ബലരാമൻ വീണ്ടും കാർത്തിയോട് ദേഷ്യപ്പെട്ടു. ഈ ജന്മത്ത് നിനക്ക് കല്യാണം നടക്കില്ല. നിന്നെപ്പോലൊരു മണ്ടൻ മാത്രമേ നിനക്ക് പെണ്ണു തരൂ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. തന്നെ പോലെ ഒരു മണ്ടനെ അന്വേഷിച്ച് പുറപ്പെടാൻ തീരുമാനിച്ചു കാർത്തി. അന്ന് രാത്രി തന്നെ അവൻ വീട് വിട്ട് പുറത്തേക്ക് പോയി. ഇങ്ങനെ 3 ദിവസങ്ങൾ തേടി അലഞ്ഞതിനു ശേഷം 4-ാമത്തെ ദിവസം ഇരുട്ടിയതിനു ശേഷം ഒരു മലയടിവാരത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഒരു ഗുഹയ്ക്കടുത്ത് വിചിത്രമായ ഒരു ശബ്ദം അവൻ കേട്ടു. ഗുഹയ്ക്കുള്ളിൽ ഭയങ്കരനായ ഒരു രാക്ഷസൻ കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു. ആ ശബ്ദമാണ് കാർത്തി കേട്ടത്. അവൻ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നതും രാക്ഷസനെ കണ്ട് അവന്റെ രൂപവും വസ്ത്രങ്ങളുമൊക്കെ കണ്ടപ്പോൾ, എനിക്ക് പെണ്ണു തരാൻ പോകുന്ന എന്റെ അമ്മായിയച്ഛൻ ഞാൻ വരുന്നതറിഞ്ഞ് എന്നെ സ്വാഗതം ചെയ്യാനാണ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് എന്നും പറഞ്ഞ് രാക്ഷസന്റെ അടുത്തേക്ക് വന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ രാക്ഷസൻ ഉറക്കത്തിൽ നിന്നുണർന്ന് എഴുന്നേറ്റിരുന്ന് ഉറക്കെ ചോദിച്ചു: ആരാണ് എന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? ആരാണ്? മരുമകൻ വന്നതുപോലും അറിയാതെ കൂർക്കം വലിച്ചുറങ്ങുകയാണോ? വേഗമാവട്ടെ, നിന്റെ മകളെ വിളിച്ച് എനിക്ക് വിവാഹം കഴിപ്പിച്ചതാ എന്ന് കാർത്തി രാക്ഷസന്റെ കാതിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. രാക്ഷസന് കാർത്തിയെ തിന്നു തീർക്കുവാനുള്ളത്രയും ദേഷ്യമുണ്ടായി. പക്ഷേ കാർത്തിയുടെ ശബ്ദം കേട്ട് അവൻ പറഞ്ഞ കാര്യങ്ങളും കേട്ട് രാക്ഷസന്റെ ഭാര്യ പുറത്തേക്ക് വന്നു. കാരണം അവർക്കൊരു മകളുണ്ടായിരുന്നു. ആ മകൾക്ക് എവിടെയൊക്കെയോ ബന്ധങ്ങൾ അന്വേഷിച്ചിട്ടും ഒന്നും ശരിയായില്ല. ഇതുവരെ അവളുടെ വിവാഹം നടന്നതുമില്ല. അതുകൊണ്ട് അവൾ നേരെ രാക്ഷസന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു: എന്താണ് രാക്ഷസ നിങ്ങൾ? മരുമകനെ ബഹുമാനിക്കാതെയാണോ സംസാരിക്കുന്നത് എന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നിങ്ങളുടെ മകളെവിടെ? കാർത്തി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. രാത്രി ഏറെ വൈകിയേ തിരികെ വരൂ. കണ്ടിട്ട് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. വന്ന് ഭക്ഷണം കഴിക്കൂ. കാർത്തി രാക്ഷസി നൽകിയ പഴങ്ങളും വെള്ളവുമൊക്കെ കുടിച്ചതിനു ശേഷം ഒരു പാറപ്പുറത്ത് കിടന്നുറങ്ങി. കാർത്തിയെ കണ്ടതു മുതൽ അവനെ തിന്നണമെന്നുള്ള ആഗ്രഹം രാക്ഷസന് അതിയായി ഉണ്ടായിരുന്നു. പക്ഷേ രാക്ഷസി കാർത്തി കിടന്നുറങ്ങിയിരുന്ന പാറയ്ക്ക് അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പാതിരാത്രി കഴിഞ്ഞതും മകൾ ഗുഹയിലേക്ക് വന്ന് അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ശബ്ദം കേട്ട് കാർത്തി ഉണർന്നു. നിന്നെ അന്വേഷിച്ച് നിന്നെ കെട്ടാൻ പോകുന്ന പയ്യൻ വന്നിട്ടുണ്ട്. പയ്യനോ? എവിടെ എവിടെ? എനിക്ക് കാണണം എന്നും പറഞ്ഞ് രാക്ഷസി കാർത്തിയെ നോക്കി. കണ്ണൽപ്പം തുറന്ന് രാക്ഷസിയെ കണ്ടതും കാർത്തി വല്ലാതെ പേടിച്ചു വിറച്ചു. അവൾ തന്റെ മാതാപിതാക്കളെക്കാളും കൂടുതൽ വിരൂപിയായിരുന്നു. അവനെ കണ്ടതും രാക്ഷസി പറഞ്ഞു: ഇവനെ കണ്ടിട്ട് എന്റെ വായിൽ വെള്ളമൂറുന്നു. എന്താ, അവനെ കൊന്നു തിന്നാൻ പോവാണോ? ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്. ഇവനല്ലാതെ നിന്നെ ആരും കല്യാണം കഴിക്കില്ല. എന്നോട് പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ, അച്ഛനോട് പറഞ്ഞോ? അദ്ദേഹം മനുഷ്യനെ കണ്ടാൽ അപ്പ തന്നെ തിന്നുമല്ലോ. അതെനിക്കറിയാം.
അതിനുവേണ്ടിയാണ് ഞാൻ ഇവന്റെ അടുത്ത് തന്നെ കാവലിരിക്കുന്നത്. ഇനി നീ കാവലിരിക്ക് എന്നും പറഞ്ഞ് രാക്ഷസി എഴുന്നേറ്റ് അകത്തേക്ക് പോയി. മകൾ രാക്ഷസിക്ക് കാർത്തിയെ കണ്ടതും തിന്നാനുള്ള മോഹം അതിയായി കൂടി വന്നു. ഗുഹയ്ക്കുള്ളിൽ വെച്ച് തിന്നാൽ അച്ഛനും അമ്മയ്ക്കും ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് മകൾ രാക്ഷസി കാർത്തിയെ ഉണർത്തി അവനോട്, കല്യാണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ തയ്യാറായി, വേഗം വാ പോകാം. ഇവരുടെ സംസാരം നേരത്തെ കേട്ടിരുന്ന കാർത്തി, സ്ത്രീധനം തന്നാൽ മാത്രമേ ഞാൻ നിന്നോടൊപ്പം വരൂ. ഉടൻ തന്നെ മകൾ രാക്ഷസി അകത്തേക്ക് ചെന്ന് ഒരു സ്വർണ്ണ കിഴി എടുത്തുകൊണ്ടുവന്ന് അവന്റെ കയ്യിൽ കൊടുത്തു. അത് വാങ്ങി കാർത്തി കയ്യിൽ വെച്ചതിനു ശേഷം രാക്ഷസിയെയും തന്നോടൊപ്പം കൂട്ടി കാർത്തി അവിടെ നിന്ന് പുറപ്പെട്ടു. രണ്ടുപേരും പുറത്തേക്ക് വന്നതിനു ശേഷം കാർത്തി രാക്ഷസിയോട് പറഞ്ഞു, കുളിക്കാതെ എങ്ങനെയാണ് വിവാഹം കഴിക്കുക? ആദ്യം കുളിക്കണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ കാർത്തി രാക്ഷസിയും കൂട്ടിക്കൊണ്ട് അടുത്തുള്ള കുളത്തിലേക്ക് നടന്നു. പെട്ടെന്ന് കാർത്തി പണക്കിഴിയോടൊപ്പം വെള്ളത്തിലേക്ക് ചാടി അകത്തുപോയി ശ്വാസം പിടിച്ച് അവിടെ തന്നെ ഇരുന്നു. കുറെ സമയമായിട്ടും കാർത്തി വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതേയില്ല. രാക്ഷസിക്ക് വെള്ളമെന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു. എങ്ങനെയും ചത്തു 3-ാം ദിവസം പുറത്തേക്ക് വരും, അപ്പൊ നമുക്ക് ഇവനെ തിന്നാം എന്നും പറഞ്ഞ് രാക്ഷസി വീണ്ടും വീട്ടിലേക്ക് നടന്നു. അതിനുശേഷം കാർത്തി പയ്യെ പുറത്തേക്ക് വന്ന് എത്തി നോക്കി. രാക്ഷസി പോയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. സ്വർണ്ണക്കിഴിയോടൊപ്പം വീട്ടിലേക്ക് വന്ന കാർത്തി നല്ലൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി. തന്റെ മകൻ ഒരു മണ്ടനല്ല എന്നുള്ള കാര്യം ബലരാമൻ അപ്പോൾ മാത്രമാണ് മനസ്സിലാക്കിയത്. അതിനുശേഷം നാട്ടുകാരെല്ലാവരും പ്രശംസിക്കുന്ന രീതിയിൽ കാർത്തി ബുദ്ധിയോടെ ജീവിച്ചു വന്നു.